വേദിയിൽ സന്നിഹിതരായ മുസ്ലിം ലീഗിൻ്റെ പ്രഗത്ഭരായ നേതാക്കന്മാർ, ആദരണീയനായ നിയോജക മണ്ഡലം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ജനാബ് പി ഉബൈദുള്ള സാഹിബ്, അലിഗഡ് സമരജാഥയുടെ നായകൻ ജില്ലാ യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സലാം സാഹിബ്, പ്രിയപ്പെട്ട അഷ്റഫ് മടാൻ, നൌഷാദ് മണ്ണിശ്ശേരി, ആദരണീയനായ സഫറുള്ള തുടങ്ങി വേദിയിലും വേദിക്ക് താഴെയുമുള്ള മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നേതാക്കന്മാർ, മുസ്ലിം ലീഗ് തറവാട്ടിലെ കാരണവന്മാർ, യൂത്ത് ലീഗിലെ സഹപ്രവർത്തകന്മാർ, ഈ പ്രദേശത്തെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ വിശദമായ ഒരു സംസാരത്തിന് മുതിരുന്നില്ല. ആദരണീയനായ തങ്ങളും ബഹുമാന്യനായ യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് ജനാബ് ഷാജി സാഹിബും ഒക്കെ രാഷ്ട്രീയമായ കാര്യങ്ങളൊക്കെ വിശദമായി സംസാരിച്ചു. ഇനി ഈ ജാഥയുമായി രാവിലെ പ്രയാണം ആരംഭിച്ചു. മലപ്പുറം ജില്ലയിലെ വിവിധ ഗ്രാമങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ സമരത്തിൻ്റെ സന്ദേശം എത്തിക്കുകയും ഈ സമരത്തിനൊരു വലിയ ബഹുജന പിന്തുണ ആർജിക്കാൻ വേണ്ടി ഈ സന്ദേശ ജാഥയുമായി കടന്നു വന്ന സമരനായകന്മാർക്കും നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ബഹുമാന്യനായ ഉബൈദുള്ള സാഹിബിനും സഫറിനും ഒക്കെ പ്രസംഗിക്കാനുണ്ട്. അലിഗഡ് ഓഫ് ക്യാമ്പസിൻ്റെ സമരവുമായി ബന്ധപ്പെട്ട വിഷയം പ്രതിപാദിക്കാമെന്ന് കരുതുകയാണ്. മുസ്ലിം ലീഗ് കുറച്ച് ദിവസങ്ങളായി മലപ്പുറത്തെ കലക്ട്രേറ്റിൽ സമരപ്പന്തലിൽ ഇരിക്കുകയാണ്. സമരപ്പന്തലിൽ ഇരിക്കുന്നവർ അധികവും മുസ്ലിം ലീഗ് തറവാട്ടിലെ കാരണവന്മാരായ ആളുകളും ചെറുപ്പക്കാരുമാണ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച്, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരുടെ വൈകാരികമായൊരു വിഷയമാണ്. നമ്മൾ അതിനെ അങ്ങനെയാണ് കാണേണ്ടത്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഉത്ഭവം മുതൽ നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. 1878 അലിഗറിന് ഉത്തരേന്ത്യയിലെ അലിഗഡിൽ തുടക്കം കുറിക്കുന്നത്. മഹാനായ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ നവോത്ഥാന നായകൻ, എക്കാലവും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആദരവോടെ ഓർക്കുന്ന, അഭിമാനത്തോടെ ഓർക്കുന്ന സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഈ യൂണിവേഴ്സിറ്റിക്ക് തുടക്കം കുറിക്കാൻ വേണ്ടി തന്റെ മനസ്സിൽ ചിന്ത വന്നപ്പോ നമ്മളൊക്കെ പറയാറുണ്ട്, അലിഗഡ് യൂണിവേഴ്സിറ്റി സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ മൂന്നാം കണ്ണിലുണ്ടായ സ്വപ്നമാണ്. ആ സ്വപ്നം തന്നെ മനസ്സിലുദിച്ചപ്പോ ഇതിനു വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ സമാഹരിക്കാൻ ഉത്തരേന്ത്യയിലെ തെരുവീതിയിലൂടെ ഇദ്ദേഹം നടന്നുപോയി. കുറെ ആളുകൾ ഇദ്ദേഹത്തിന് പണം കൊടുത്തു. ഇദ്ദേഹം മനസ്സിലാക്കി, എന്റെ സമുദായം ഇന്ത്യയുടെ മണ്ണിൽ സാമ്പത്തികവും സാമൂഹ്യവും സാംസ്കാരികവുമായി ഉന്നതിയിലേക്ക് വരണമെങ്കിൽ ഈ സമുദായത്തിന് വിദ്യാഭ്യാസം നൽകുകയേ മാർഗമുള്ളൂ എന്ന് മനസ്സിലാക്കിയ ഇദ്ദേഹം ഇത് ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ആളുകൾ ഇദ്ദേഹത്തിന് സംഭാവന നൽകി. പണം കൊടുക്കാൻ സാധ്യമാവാത്തവർ ഇദ്ദേഹത്തിന് വസ്തുവകകൾ കൊടുത്തു. അങ്ങനെ എല്ലാം സംഭരിച്ച് ഒടുക്കം തന്റെ ജന്മദേശമായ അലിഗഡിലേക്ക് ഇദ്ദേഹം വരികയാണ്. അവിടെ എത്തി അവിടെയുള്ള ആളുകളോടും ഈ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് അദ്ദേഹം, ഈ മുസ്ലിം കോളേജിനെ കുറിച്ച് അദ്ദേഹം ബോധിപ്പിച്ചു. ആ സമയത്ത് സർ സയ്യിദ് അഹമ്മദ് ഖാനെ അലിഗഡിലെ ആളുകൾ സ്വീകരിച്ചത് അദ്ദേഹത്തിന് പണം കൊടുത്തുകൊണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് സാധനങ്ങൾ കൊടുത്തുകൊണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ സ്വീകരിച്ചത് ചെരിപ്പറിഞ്ഞുകൊണ്ടായിരുന്നു എന്നാണ് ചരിത്രം നമ്മോട് പറയുന്നത്. ഈ ചെരിപ്പേറുകളെ പോലും മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാൻ പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കുകയും അവരോട് ഒരു തരത്തിലുള്ള വിരോധത്തിനും പോകാതെ ആ ചെരുപ്പുമാലകൾ മുഴുവൻ അദ്ദേഹം സ്വീകരിച്ച് അതൊരു ഭാഗത്ത് കൂട്ടിവെച്ചു എന്ന കഥ. എന്നിട്ട് ഈ ചെരുപ്പുകൾ അദ്ദേഹം ലേലം ചെയ്തു. ആ ലേലം ചെയ്ത് കിട്ടിയ പണം പോലും ഈ ആംഗ്ലോ മുഹമ്മദൻ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഈ മുസ്ലിം കോളേജിന്റെ തറക്കല്ലിടാൻ വേണ്ടി മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഉപയോഗിച്ചു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയത്. അങ്ങനെയുണ്ടായ നിരന്തരമായ ത്യാഗപൂർണമായ അധ്വാനത്തിന്റെ ഫലമായി ഒരു മഹാമനുഷ്യൻ തുടക്കം കുറിച്ച അലിഗഡ് യൂണിവേഴ്സിറ്റി അത് പടർന്ന് പന്തലിക്കുന്നത് കാണാൻ സർ സയ്യിദിന് ഭാഗ്യമുണ്ടായില്ല. 1898 സർ സയ്യിദ് ലോകത്തോട് വിട പറഞ്ഞു പോയി. അതിനുശേഷം നമ്മൾ ഇന്ന് കാണുന്ന അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഈ കോലത്തിലേക്ക് പടർന്ന് പന്തലിക്കുന്നത് 1906 രൂപം കൊണ്ട് സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ആഗാഖാനും സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും ഈ യൂണിവേഴ്സിറ്റിയെ ഒരു വലിയ ക്യാമ്പസ് ആക്കി മാറ്റാൻ, സർ സയ്യിദിന്റെ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ ഇന്ത്യ മുഴുക്കെ അവർ പരക്കം പാഞ്ഞു നടന്നു. ഇന്ത്യ മുഴുക്കെ അവർ സംഭാവനകൾ സ്വീകരിച്ചു. അങ്ങനെ 30 ലക്ഷം രൂപയുമായിട്ടാണ് ആ കാലഘട്ടത്തിൽ 1900 ആ കാലഘട്ടങ്ങളിൽ അവർ വന്നത്. അന്നത്തെ 30 ലക്ഷം ഏകദേശം ഇന്നത്തെ 30,000 കോടിയുടെ രൂപ വരും. അങ്ങനെ സമ്പാദിച്ച് അവർ അലിഗഡ് യൂണിവേഴ്സിറ്റിയെ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക്
കൗൺസിലിലേക്ക് കൊണ്ടുവന്നു. 1920 ആഗസ്റ്റ് മാസത്തിലാണ് ബ്രിട്ടീഷ് ഓറിയന്റൽ കൗൺസിൽ എന്ന് പറയുന്ന ബോഡി ഇതിന് നിയമപരമായ അംഗീകാരം നൽകുന്നത്. അങ്ങനെ അലിഗഡ് യൂണിവേഴ്സിറ്റിക്ക് ബ്രിട്ടീഷ് കൗൺസിലും നിയമപരമായ അംഗീകാരം നൽകി. അന്ന് മുതൽ അത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ, ലോകത്തിലെ മുസ്ലിങ്ങളുടെ അഭിമാന സ്തംഭമായി ഇന്ത്യയിൽ ഉയർന്നു നിൽക്കുകയാണ്. അവിടെ പഠിക്കാൻ ആഗ്രഹിക്കാത്ത കുട്ടികൾ ഉണ്ടാവുമോ? അവിടെ ഒന്ന് സീറ്റ് കിട്ടാൻ കൊതിക്കാത്തവരുണ്ടാവില്ല. അത്രമേൽ ആയിരക്കണക്കിന് ഏക്കർ പറമ്പില നമ്മൾ ഇന്ന് കാണുന്ന 10 ഏക്കറയിലെ കോളേജല്ല, ആയിരക്കണക്കിന് ഏക്കർ. നിങ്ങളുടെ പ്രദേശത്ത് എവിടെയെങ്കിലും അലിഗഡിൽ പോയി പഠിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിക്കണം. ഞാൻ ഈ പറഞ്ഞുകൊണ്ടുവന്നത് അലിഗഡ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായ വിഷയമാ, അവന്റെ ഹൃദയത്തെ തൊടുന്ന വിഷയമാ. അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. അതുകൊണ്ടാണ് ഒരു ചരിത്ര നിയോഗം പോലെ മുസ്ലിം ലീഗ് ഈ സമരം ഏറ്റെടുത്തത്. അവിടെ പഠിക്കാൻ ആഗ്രഹിക്കാത്തത് ഞാൻ ഓർക്കുകയാ. ഫറൂഖ് കോളേജിൽ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം എന്റെ മനസ്സിലെ വലിയ പൂതിയായിരുന്നു അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ എന്റെ MA ചെയ്യണമെന്ന് അന്ന് ഞാനും ആഗ്രഹിച്ചിരുന്നു. പക്ഷെ എനിക്ക് പഠിക്കാൻ സാധിച്ചില്ല. എന്താ കാര്യം? എനിക്ക് കയ്യെത്താവുന്ന ദൂരത്തായിരുന്നില്ല അലിഗഡ്. അലിഗഡ് മൈലുകൾക്കപ്പുറത്തായിരുന്നു, വിദൂരമായ ഒരു ഗ്രാമത്തിലായിരുന്നു അലിഗഡ്. അന്ന് എനിക്ക് അവിടെ പഠിക്കാൻ സാഹചര്യം ഉണ്ടായില്ല. ആ സ്വപ്നം അവിടെ വെച്ച് കരിഞ്ഞു പോയി. എന്നെ പോലെ എന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുപാട് ആളുകൾ അലിഗഡിൽ PG ചെയ്യണം എന്ന് മോഹിച്ചിരുന്നു. സാധ്യമായില്ല. അങ്ങനെ നമ്മുടെ സ്വപ്നമായി പൊലിഞ്ഞു പോകുമായിരുന്ന ആ വിദൂരത്തുള്ള അലിഗഡ് ഓഫ് ക്യാമ്പസ് ആണ്, അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് ആണ്. മലപ്പുറത്തിന്റെ മണ്ണിലേക്ക്, നിങ്ങളുടെ കൺവട്ടത്തേക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഇത്രമേൽ ആനുകൂല്യങ്ങൾ വാരിക്കോരിയ, ഇത്രമേൽ ആനുകൂല്യങ്ങൾ വാരിച്ചൊരിഞ്ഞു കൊടുത്ത മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് നിങ്ങളുടെ മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് അനുവദിച്ചത് വലിയ അനുഗ്രഹമാണ് കൂട്ടരെ, വലിയ അനുഗ്രഹമാണ്. ഞാൻ സൂചിപ്പിച്ചു, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മൻമോഹനോളം നന്ദിയോടെ ഓർക്കാനുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ടാവൂല. അത്രമേൽ ആനുകൂല്യമാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി മൻമോഹൻ സിംഗ് നൽകിയത്. അദ്ദേഹത്തിന്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് ഈ ഓഫ് ക്യാമ്പസ് വരുന്നത്. അതിന്റെ പിന്നിലും ഒരു കഥയുണ്ട്. നിങ്ങൾ കരുതുന്നത് പോലെ, ശ്രീരാമകൃഷ്ണനും ഹംസയും പറയുന്നത് പോലെ ഇത് ഹംസാക്കന്റെ മൊഞ്ചോണ്ട് കൊണ്ടുവന്നതല്ല. ഇതെങ്ങനെയാ മലപ്പുറത്ത് വന്നത് അറിയാം നിങ്ങൾക്ക്? കഴിഞ്ഞ പട്ടിക്കാട് നൂരിയ ജാമിയ നൂരിയ സമ്മേളനം, ആ സമ്മേളനത്തിൽ ആരായിരുന്നു അതിഥി? ഒസാമ മൂസ. ആരാണ് ഒസാമ മൂസ? പലസ്തീനിലെ അംബാസിഡർ. അദ്ദേഹം പാലക്കാട് തങ്ങളെ കെട്ടിപ്പിടിക്കുന്ന ചിത്രം നമ്മൾ കണ്ടു, തങ്ങളുമായി സംസാരിച്ചു. എന്നിട്ട് അദ്ദേഹം 10,000-കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി പറഞ്ഞു, ബഹുമാനിയായ തങ്ങളെ, നിങ്ങളുടെ സമുദായം, നിങ്ങളുടെ പാർട്ടിക്കാർ, ഈ കേരളത്തിലെ മുഴുവൻ ആളുകളും പലസ്തീനിലെ പോരാളികളോട് ഐക്യപ്പെടുന്നത് കാണുമ്പോൾ അവിടുത്തെ ഞങ്ങളുടെ പോരാളികൾക്ക് വലിയ ആവേശമാണ്, പോരാട്ടത്തിന്റെ വീതിയിൽ മുന്നേറാൻ വലിയ കരുത്ത് പകരുന്നു എന്ന് അന്ന് തങ്ങളെ നോക്കി 10,000-കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി ഒസാമ മൂസ പറഞ്ഞത് നമ്മൾ കേട്ടു. അതിന്റെ തൊട്ട് മുൻപത്തെ വർഷം പട്ടിക്കാട് ജാമിയ നൂരിയ സമ്മേളനം നടക്കുന്നു. ആരായിരുന്നു അതിഥി? കേന്ദ്ര മാനവ വിഭവശേഷിയുടെ സഹമന്ത്രിയായ MA ഫാത്തിമി അതിഥിയായിരുന്നു. അന്നും പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വേദിയിലുണ്ടായിരുന്നു. രണ്ടുപേരും സംസാരിക്കുന്ന സമയത്ത് MA ഫാത്തിമിയോട് ബഹുമാനായ തങ്ങൾ പറഞ്ഞു, എന്റെ മലപ്പുറത്തിന്റെ മണ്ണിലേക്ക്, നിങ്ങൾ കേന്ദ്രത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയല്ലേ, എന്റെ മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് എന്റെയൊക്കെ വലിയ സ്വപ്നമായ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അഭിമാനമായ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് അനുവദിക്കണമെന്ന് സ്വകാര്യ സംഭാഷണത്തിൽ ഫാത്തിമിയോട് പറഞ്ഞു. ഇത് കേൾക്കേണ്ട താമസം ബഹുമാനായ തങ്ങള് ഈജിപ്തിലെ അൽ അസർ യൂണിവേഴ്സിറ്റിയിൽ ഏറെക്കാലം പഠിച്ച മനുഷ്യനാണ്. ഇത് കേൾക്കേണ്ട താമസം MA ഫാത്തിമി ആ 10,000-കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി പറഞ്ഞു, ബഹുമാനായ തങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് ഞാൻ അങ്ങ് ഡൽഹിയിലെത്തിയാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അഭിമാനഭാജനമായ അലിഗഡിന്റെ ഓഫ് ക്യാമ്പസ് ഈ മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് അനുവദിക്കാൻ വേണ്ട പണിയെടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് അതിനുവേണ്ട പണി തുടങ്ങുന്നത്. അത് കഴിഞ്ഞു. ഡോക്ടർ PK അബ്ദുൽ അസീസ് അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ മലയാളിയായ വൈസ് ചാൻസലറാണ്. അദ്ദേഹം UDF-ന്റെ ഭരണകാലത്താണ് ആ യൂണിവേഴ്സിറ്റിയുടെ VC ആയിട്ട് പോകുന്നത്. അനുഗ്രഹം തേടി പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് വന്നു. അസീസിനോട് തങ്ങൾ പറഞ്ഞു, അസീസെ, നീ അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ മലയാളിയായ VC എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. നീ അവിടെ പോയി കഴിഞ്ഞാൽ എന്റെ മലപ്പുറത്തിന്റെ കുട്ടികൾക്ക് പഠിക്കാൻ ആ യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് കൊണ്ടുവരാനുള്ള പണിയെടുക്കണം. ഇത് കേട്ട് അതിന് തങ്ങളോട് അസീസും സമ്മതം മൂടിപ്പോയി. ഇവര് പണിയെടുത്തു. ഇവരുടെ കൂടെ
മഹാനായ തങ്ങളുടെ നിർദ്ദേശം കൊണ്ട് നിയോഗം പോലെ ഇന്ത്യയുടെ മന്ത്രിപദത്തിലിരിക്കുന്ന മഹാനായ ഇ അഹമ്മദ് സാഹിബ് അർജുൻ സിംഗിലും സോണിയാഗാന്ധിയിലും മൻമോഹൻ സിംഗിലുമുള്ള സ്വാധീനവും അതിശക്തമായി പ്രയോഗിച്ചതിന്റെ ഫലമായിട്ട് രജീന്ദർ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 400 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ട് ഈ ഓഫ് ക്യാമ്പസ് മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് പ്രിയപ്പെട്ട സഖാക്കളെ ഈ മൻമോഹൻ സിംഗ് സർക്കാർ പ്രഖ്യാപിക്കുന്നത്. ഞങ്ങളുടെ മാത്രം നേട്ട, ഞങ്ങളുടെ മാത്രം കഴിവ്, ഞങ്ങളുടെ മാത്രം പ്രയത്നത്തിന്റെ ഫലമായി, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഈ ഓഫ് ക്യാമ്പസ് മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് കൊണ്ടുവരാൻ തയ്യാറായത്. 2007 സെപ്റ്റംബർ മാസം 13-ാം തീയതി ഞങ്ങളുടെ MLA അഡ്വക്കേറ്റ് എം ഉമ്മർ മന്ത്രിസഭയിൽ ചോദിച്ചു, അലിഗഡിന്റെ ഓഫ് ക്യാമ്പസ് മലപ്പുറത്തിന്റെ മണ്ണിൽ അനുവദിക്കാൻ ഗവൺമെന്റ് ഒരുക്കമാണോ? ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഉമ്മർ വക്കീലിന് മറുപടി നൽകി, അലിഗഡിന്റെ ഓഫ് ക്യാമ്പസ് മലപ്പുറത്തിന്റെ മണ്ണിൽ യാഥാർത്ഥ്യമാക്കാൻ എന്റെ ഗവൺമെന്റ് തയ്യാറാ. ഞങ്ങൾ